അടുത്തതായി നമ്മൾ Vlookup എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് പഠിക്കാൻ പോകുന്നത്. സോ Vlookup എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലുക്കപ്പ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. സോ നമ്മൾ ഇതുപോലെ വെർട്ടിക്കലായി അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റ ടേബിളിൽ നിന്നും ഒരു പ്രത്യേകം ഒരു ഡാറ്റ എടുത്ത് സെർച്ച് ചെയ്ത് അതിനനുസരിച്ച് ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സോ നമ്മുടെ അടുത്ത് ഇവിടെ ഈ ഒരു ടേബിൾ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. സോ നമ്മൾ ഇവിടെ ഏതെങ്കിലും സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റുഡൻസിൻ്റെ സ്റ്റുഡൻറ്റ് നെയിം ഇവിടെ നമുക്ക് ലഭിക്കണം, അതുപോലെ ആ സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് ഇവിടെ ലഭിക്കണം. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് Vlookup ഉപയോഗിക്കാം. Vlookup എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലുക്കപ്പ് ആണ്. ഇത് സെർച്ച് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടുള്ള ഡാറ്റയായിരിക്കും, ഇതേ രൂപത്തിലുള്ള ഡാറ്റയായിരിക്കും ഇത് സെർച്ച് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ ഇതുപോലെയുള്ള വെർട്ടിക്കലായിട്ടുള്ള ടേബിളിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് മുകളിൽ നിന്നും താഴോട്ട് ഡീറ്റെയിൽസ് കൊടുത്ത വെർട്ടിക്കലായിട്ടുള്ള ഒരു ടേബിളാണ് വേണ്ടത്. നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത് മുകളിലായിരിക്കും. സോ നമ്മുടെ ഓരോ ടേബിളിൽ ഓരോ ഡാറ്റ വരുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടായിരിക്കും. സോ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യമായി നമ്മൾ സ്റ്റുഡൻറ്റ് നെയിം കിട്ടുന്നതിന് വേണ്ടി നമ്മളിവിടെ റോൾ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് നെയിം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. സോ നമ്മൾ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന സെല്ലിൽ സെലക്ട് ചെയ്ത് അവിടെയാണ് നമുക്ക് റിസൾട്ട് വേണ്ടത്, അവിടെ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ ഐക്കണിൽ. ശേഷം നമ്മളിവിടെ Vlookup എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുന്നു. സോ നിങ്ങൾക്കിവിടെ Vlookup എന്ന് പറയുന്ന ഫംഗ്ഷൻ കാണാൻ കഴിയും. നമ്മൾ ഓക്കെ ചെയ്യുക. ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു വിൻഡോ, ചെറിയ വിൻഡോ ഓപ്പൺ ആയി വരും. സോ നമ്മുടെ ലുക്കപ്പ് വാല്യൂ, നമ്മൾ ഏതൊരു വാല്യൂ ആണ് സെർച്ച് ചെയ്യുന്നത് അത് ഏതാണെന്ന് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം. സോ നമ്മളിവിടെ റോൾ നമ്പർ ഇവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുക, ആ റോൾ നമ്പറാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. സോ നമ്മൾ ഈ സെൽ സെലക്ട് ചെയ്യുന്നു. സോ നമ്മൾ റോൾ നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ ഏതാണെന്ന് ചോദിക്കും. നമുക്ക് നമ്മുടെ ഏതാണ് ഈ ടേബിൾ മുഴുവനായിട്ടും സെലക്ട് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഈ ഹെഡിങ് ഒഴിച്ച് നമ്മൾ ഈ ടേബിളിൻ്റെ ഈ ഭാഗത്ത് നിന്ന് താഴോട്ട് ഈ ഭാഗം വരെ മുഴുവനായിട്ടും ടേബിൾ ഇതേ രീതിയിൽ സെലക്ട് ചെയ്യുക. അടുത്തത് നമ്മൾക്ക് റിസൾട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റിസൾട്ടാണ് നമുക്ക് വേണ്ടതെന്നാണ് നോക്കുന്നത്. സോ നമുക്ക് വേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് നെയിമാണ്. സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുമ്പോൾ സോ നമുക്ക് ഈ റോൾ നമ്പർ എന്ന കോളത്തെ 1 എന്ന് വിളിക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്നത് കോളം നമ്പർ 2 ആണ്. അതുപോലെ മാർക്ക് 1, 3 അങ്ങനെ 1, 2, 3, 4, 5, 6, 7 കോളംസ് ഉണ്ട്. സോ നമുക്കിപ്പോൾ വേണ്ടത് സ്റ്റുഡൻറ്റ് നെയിം. നമ്മളിവിടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്റ്റുഡൻറ്റ് നെയിം ആണ് കിട്ടേണ്ടത്. സോ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന കോളം എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മളിവിടെ കോളം ഇൻഡെക്സ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. സോ നമ്മളിവിടെ 2 എൻ്റർ ചെയ്യുക. അടുത്തതായി റേഞ്ച് ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇതിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഫാൾസ് ആണ്. സോ നമ്മൾ ഇവിടെ ഇല്ലാത്ത ഒരു റോൾ നമ്പറാണ് എൻ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് NA എന്ന് പറയുന്ന ഒരു എറർ മെസ്സേജ് വരുന്നതാണ്. ശേഷം നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ നമ്മളിവിടെ ഒന്നും എൻ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ NA എന്ന് പറയുന്ന എറർ മെസ്സേജ് വന്നു. സോ നമുക്ക് ആദ്യമായി ഒരു റോൾ നമ്പർ 3 സെർച്ച് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ റോൾ നമ്പർ 3 എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുന്നു. സോ എനിക്കിവിടെ റോൾ നമ്പർ 3യുടെ സ്റ്റുഡൻറ്റ് നെയിമായ സോർവിനോ എന്ന് പറയുന്ന നെയിം എനിക്കിവിടെ കിട്ടി. അതുപോലെ ഞാൻ നമ്പർ 10 എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുന്നു. സോ എനിക്ക് കുമാർ എന്ന് പറയുന്ന ഈ ഒരു പേര് ഇവിടെ കിട്ടി. അതുപോലെ നമ്മൾ ഏതൊരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ആ ടേബിളിൽ ഉള്ള നമ്പർ ആണെങ്കിൽ നമുക്കിവിടെ അതിനനുസരിച്ച ഒരു റിസൾട്ട് നമുക്കിവിടെ ലഭിക്കുന്നതാണ് സ്റ്റുഡൻറ്റ് നെയിം. സോ സെയിം രീതിയിൽ നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ Vlookup ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. സോ നമ്മൾ ഇൻസേർട്ട് ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമ്മൾ Vlookup എന്ന് ഇവിടെ കാണാൻ കഴിയും, അല്ലെങ്കിൽ ഇവിടെ നിന്നും Vlookup സെർച്ച് ചെയ്യുക. സോ ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ ആദ്യമായി ലുക്കപ്പ് വാല്യൂ, ഏത് വാല്യൂ ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ആ കോളം സെലക്ട് ചെയ്യുക. നമ്മളിവിടെ റോൾ നമ്പർ എന്ന് പറയുന്ന ഇവിടെ ഈ ഒരു കോളത്തിലെ വാല്യൂ ആണ് സെർച്ച് ചെയ്യുന്നത്. അടുത്തായി ടേബിളിലാണ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതുപോലെ എല്ലാ ടേബിൾ മൊത്തം നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യേണ്ടി വരും. അടുത്തായി കോളം ഇൻഡെക്സ്, കോളം നമ്പർ എത്രയാണെന്ന് എൻ്റർ ചെയ്യുക. സോ നമ്മളിവിടെ 1, 2, 3, 4, 5, 6, 7 ഈ റിസൾട്ട് എന്ന് പറയുന്ന കോളം 7 ആണ്, നമ്പർ 7 ആണ്. സോ നമുക്ക് നമ്പർ 7 എൻ്റർ ചെയ്യുക. അടുത്തതായി ഫാൾസ് എന്ന് പറയുന്ന മെസ്സേജ്, നമ്മൾ മാച്ച് അല്ലാത്ത ഒരു നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എറർ മെസ്സേജ് വരുന്നതിന് വേണ്ടി ഫാൾസ് എന്ന് പറയുന്ന മെസ്സേജ് ഇവിടെ എൻ്റർ ചെയ്യുക. ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. സോ നമ്മളിവിടെ 5 ഓൾറെഡി ഉണ്ടായിരുന്നു. 5 എന്ന് പറയുന്ന ഇത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്റ്റുഡൻറ്റ് നെയിം ആൻഡ്രൂസ്, റിസൾട്ട് ഫെയിൽഡ്. സോ നമ്മളിവിടെ 2 എന്ന് പറയുന്ന റോൾ നമ്പർ എൻ്റർ ചെയ്യുന്നു. സോ നമുക്ക് കാണാം സ്റ്റുഡൻറ്റ് നെയിം ജോൺ, റിസൾട്ട് C ഗ്രേഡ്. നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതേ രൂപത്തിൽ നമ്മൾ 9 എന്ന് പറയുന്ന
എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിനനുസരിച്ച ഒരു റിസൾട്ട് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. നമ്മൾ ഇതിലില്ലാത്ത ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ മെസ്സേജ് NA എന്ന് പറയുന്ന എറർ മെസ്സേജ് വരുന്നതാണ്. അടുത്തതായി Hlookup എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് നമ്മൾ Vlookup പോലെ തന്നെയാണ്, പക്ഷേ ഇത് ഹൊറിസോണ്ടൽ ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സോ നമ്മൾ ഇതുപോലെ ഉള്ളൊരു ടേബിൾ, അതായത് ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റ ടേബിളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. സോ ഇതിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് മുകളിൽ നിന്നും താഴോട്ടായിരിക്കും. ഇതിൻ്റെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടായിരിക്കും. സോ നമ്മൾ മുകളിലെ ഇപ്പോൾ ഐറ്റം കോഡ് നമ്മൾ 1002 എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് റിസൾട്ട് നമുക്ക് താഴോട്ടായിരിക്കും ഇത് സെർച്ച് ചെയ്യുക. നമ്മൾ Vlookupൽ പഠിച്ചത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടായിരുന്നു അത് സെർച്ച് ചെയ്തിരുന്നത്. എന്നാൽ Hlookupൽ അത് മുകളിൽ നിന്നും താഴോട്ടായിരിക്കും സെർച്ച് ചെയ്യുക. സോ നമുക്ക് ആദ്യമായി നമ്മുടെ ഐറ്റം കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഐറ്റം ഡിസ്ക്രിപ്ഷൻ കിട്ടണം. സോ നമ്മൾ ആദ്യമായി ഈ സെല്ല് സെലക്ട് ചെയ്ത ശേഷം ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യുന്നു. Hlook എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ Hlookup ഫംഗ്ഷൻ കാണാൻ കഴിയും. സോ ഓക്കെ പ്രസ് ചെയ്യുന്നു. ആദ്യമായി നമ്മൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ സെല്ലിലെ വാല്യൂ ആണ് സെർച്ച് ചെയ്യുന്നത്. ശേഷം നമ്മൾ നമ്മുടെ ടേബിൾ ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറയും. സോ നമ്മൾ മുഴുവൻ ടേബിളും ഇതുപോലെ സെലക്ട് ചെയ്യുക. ശേഷം റോ ഇൻഡെക്സ് നമ്പർ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കോളം ആയിരുന്നു നമ്മളിങ്ങനെ എണ്ണിയിരുന്നത്. ഈ സമയത്ത് നമ്മൾ റോ ആണ് എണ്ണേണ്ടത്. 1 2 3 4 1 2 3 4 5 5 റോസ് ആണ് നമുക്കുള്ളത്. സോ നമ്മൾ ആദ്യം ഐറ്റം കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടേണ്ടത് ഐറ്റം ഡിസ്ക്രിപ്ഷൻ ആണ്. സോ അത് ഐറ്റം കോഡ് എന്ന് പറയുന്ന റോസ് നമ്പർ 1 ആണ്. സോ ഐറ്റം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്പർ 2 ആണ്. നമ്മളിവിടെ കോളം നമ്പർ 2 എൻ്റർ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ മാച്ച് ആവുന്നില്ലെങ്കിൽ നമുക്കൊരു എറർ മെസ്സേജ് വരുന്നതിന് വേണ്ടി ഫാൾസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു. ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ നമ്മൾ മാച്ച് ആവാത്ത നമ്പർ എൻ്റർ ചെയ്തത് കൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ കറൻ്റ്ലി എറർ മെസ്സേജ് ആണുള്ളത്. സോ നമ്മളിവിടെ 1001 എന്ന് എൻ്റർ ചെയ്യുന്നു. സോ നമുക്കതിൻ്റെ അനുസൃതമായ ഐറ്റം ഡിസ്ക്രിപ്ഷൻ ടെലിവിഷൻ എന്ന് നമുക്കിവിടെ കാണാം. സോ അതുപോലെ 1004 എൻ്റർ ചെയ്യുന്നു. സോ അതിനനുസരിച്ച ഒരു റിസൾട്ട് നമുക്കിവിടെ ലഭിക്കും, കെറ്റിൽ എന്ന് പറയുന്ന റിസൾട്ട്. അതുപോലെ 1006 റേഡിയോ എന്ന് പറയുന്ന റിസൾട്ട്. സോ ഇനി നമ്മൾ ഇത് പ്രൈസ് കൂടി കാണുന്നതിന് വേണ്ടി നമ്മളിത് ഉപയോഗിക്കുകയാണ്. സോ നമ്മൾ ഇൻസേർട്ട് ഫംഗ്ഷനിൽ Hlookup സെലക്ട് ചെയ്ത് ഓക്കെ ചെയ്യുന്നു. ആദ്യമായി ലുക്കപ്പ് വാല്യൂ എന്നുള്ളത് നമ്മൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈ സെല്ലിലെ വാല്യൂ ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ശേഷം ടേബിൾ അറേ എന്നുള്ളത് നമ്മുടെ മുഴുവൻ ടേബിളും ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം റോ ഇൻഡെക്സ്, റോ നമ്പർ എത്രയാണെന്ന് എൻ്റർ ചെയ്യണം. സോ ഐറ്റം കോഡ് എന്ന് പറയുന്നത് റോ നമ്പർ 1 2 3 4. പ്രൈസ് എന്ന് പറയുന്നത് നമ്പർ 4 ആണ്. സോ നമ്മൾ 4 ഇവിടെ എൻ്റർ ചെയ്യുന്നു. ശേഷം എറർ മെസ്സേജിന് വേണ്ടി ഫാൾസ് എൻ്റർ ചെയ്യുന്നു. സോ 1006 എന്ന് പറയുന്നത് റേഡിയോ, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1000. സോ നമ്മളിവിടെ അടുത്തത് സെർച്ച് ചെയ്യുന്നു. 1003 എന്ന് എൻ്റർ ചെയ്ത് ഞാൻ സെർച്ച് ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഐറ്റം ഡിസ്ക്രിപ്ഷൻ വാഷിംഗ് മെഷീൻ, അതുപോലെ അതിൻ്റെ പ്രൈസ് 4000 കിട്ടുന്നു. അതുപോലെ ഞാൻ ഏതൊരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് എനിക്കിവിടെ കിട്ടുന്നതാണ്. അടുത്തതായി നമുക്ക് ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് പഠിക്കാനുള്ളത്. സോ ലുക്കപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച Vlookupൻ്റെയും Hlookupൻ്റെയും ഒരു സിംപ്ലിഫൈഡ് വേർഷനാണ്. സോ നമുക്ക് ഈ ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് Vlookupഉം അതുപോലെ തന്നെ Hlookupഉം നമുക്ക് ചെയ്യാൻ പറ്റും. സോ ആദ്യമായി നമ്മൾ നേരത്തെ Vlookup ഫംഗ്ഷൻ ചെയ്ത ടേബിളിൽ നമുക്ക് ഈ ലുക്കപ്പ് ഫംഗ്ഷൻ ഒന്ന് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ റോൾ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് നെയിം കിട്ടണം. ആ രീതിയിലുള്ളൊരു ഫംഗ്ഷനാണ്. സോ നമ്മളിവിടെ ഇൻസേർട്ട് ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മളിവിടെ ലുക്കപ്പ് എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലുക്കപ്പ് ഫംഗ്ഷൻ കാണാൻ കഴിയും. സോ അതിൽ ഓക്കെ പ്രസ് ചെയ്യുക. ശേഷം ഇതുപോലെ ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും, അതായത് 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ നമ്മൾ ആദ്യത്തെ ആർഗ്യുമെൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കോളത്തിൽ നമ്മളോട് ലുക്കപ്പ് വാല്യൂ ഏതാണെന്ന് ചോദിക്കും. സോ നമ്മൾ ഏത് വാല്യൂ ആണ് സെർച്ച് ചെയ്യുന്നത്, സോ അത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ റോൾ നമ്പറാണ്, സോ ഇവിടെ എൻ്റർ ചെയ്യുന്ന റോൾ നമ്പറാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. സോ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം റോൾ നമ്പറിൻ്റെ സെല്ല് സെലക്ട് ചെയ്യുക.
അതിനുശേഷം ലുക്കപ്പ് വെക്റ്റർ എന്ന് പറയുന്നത് ഏത് കോളത്തിലാണ് ആ റോൾ നമ്പർ ഉള്ളത് ആ കോളം നമുക്ക് മുഴുവനായും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഈ രീതിയിൽ ഇതുപോലെ മുഴുവൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് കോളത്തിലെ റിസൾട്ടാണ് നമുക്ക് വേണ്ടത് ആ കോളം മുഴുവനായും ഇവിടെ റെഫറൻസ് എന്ന് പറയുന്ന റിസൾട്ട് വെക്റ്റർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. സോ നമുക്ക് സ്റ്റുഡൻറ്റ് നെയിം ആണ് വേണ്ടത്. സോ സ്റ്റുഡൻറ്റ് നെയിമിൻ്റെ കോളം മുഴുവനായും സെലക്ട് ചെയ്യുക. ശേഷം ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻസ് റോൾ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച സ്റ്റുഡൻറ്റ് നെയിം നമുക്കിവിടെ ലഭ്യമാവുന്നതായിരിക്കും. സോ അതുപോലെ നമുക്ക് റിസൾട്ടിൻ്റെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യുന്നു, ലുക്കപ്പ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. സോ മുകളിൽ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് റോൾ നമ്പർ സെലക്ട് ചെയ്യുന്നു, സെൽ. ശേഷം ലുക്കപ്പ് വെക്റ്റർ എന്ന് പറയുന്നത് അത് നമ്മൾ ഈ റോൾ നമ്പർ ഏത് ക്രൈറ്റീരിയ ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ആ കോളം മുഴുവനായും സെലക്ട് ചെയ്യുന്നു. സോ നമുക്ക് വേണ്ട റിസൾട്ട് ഏത് കോളത്തിലേതാണോ അതാണ് റിസൾട്ട് വെക്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടത് ഈ കോളത്തിലെ കോളത്തിലെ റിസൾട്ടാണ്. സോ അതെല്ലാം സെലക്ട് ചെയ്യുക. ശേഷം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. സോ നമ്മളിവിടെ വേറൊരു 3 എന്ന് പറയുന്ന റോൾ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നെയിമും അതുപോലെ തന്നെ അതിനുള്ള റിസൾട്ടും ഇവിടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ VLOOKUP ചെയ്തതുപോലെ തന്നെ വളരെ ഈസിയായി ഈ ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ ഇതേ ലുക്കപ്പ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ HLOOKUP ചെയ്ത ആ ഒരു ടേബിളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ഐറ്റം ഡിസ്ക്രിപ്ഷനാണ് കാണുന്നത്. സോ ഇൻസേർട്ട് ഫംഗ്ഷനിൽ ലുക്കപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ മുകളിൽ ആർഗ്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. ശേഷം ലുക്കപ്പ് വാല്യൂ എന്നത് നമ്മൾ ഏത് വാല്യൂ ആണ് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുന്നത് ആ സെൽ സെലക്ട് ചെയ്യുക. അടുത്തതായി ലുക്കപ്പ് വെക്റ്റർ ഏത് കോളത്തിലെ ഏത് റോസിലെ, സോ ഇവിടെ നമ്മൾ റോ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സോ നമ്മൾ ഏത് ലുക്കപ്പ് വെക്റ്റർ എന്ന് പറയുന്നത് ഏത് റോസിലെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ആ റോസ് മുഴുവനായും സെലക്ട് ചെയ്യുക. സോ നമ്മൾ ഐറ്റം കോഡാണ് സെർച്ച് ചെയ്യുന്നത്. സോ നമ്മളത് മുഴുവനായും സെലക്ട് ചെയ്യുന്നു. റിസൾട്ട് വെക്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഏത് റിസൾട്ടാണ് നമുക്ക് വേണ്ടത് ആ റോസ് അടുത്തതായി പൂർണ്ണമായും സെലക്ട് ചെയ്യുക. സോ നമ്മളവിടെ സെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഐറ്റം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന റോസ് പൂർണ്ണമായും സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എൻ്റർ ചെയ്യുക. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഐറ്റം ഡിസ്ക്രിപ്ഷൻ, സോ 1004 ആണെങ്കിൽ കെറ്റിൽ എന്ന് പറയുന്ന ഐറ്റം ഡിസ്ക്രിപ്ഷൻ ഇവിടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് പ്രൈസ് കാണുന്നതിനുള്ള ഫംഗ്ഷനും കൂടി ചെയ്ത് നോക്കാം. സോ ഇൻസേർട്ട് ഫംഗ്ഷൻ ലുക്കപ്പ് സെലക്ട് ചെയ്യുക. ശേഷം ലുക്കപ്പ് വാല്യൂ എന്ന ആദ്യത്തെ ആർഗ്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. ലുക്കപ്പ് വാല്യൂ നമ്മുടെ ഐറ്റം കോഡ്. അത് കഴിഞ്ഞ് ലുക്കപ്പ് വെക്റ്റർ എന്ന് പറയുന്നത് അതേ ഐറ്റം കോഡിൻ്റെ മുഴുവൻ റോയും സെലക്ട് ചെയ്യുക. അടുത്ത് ലുക്കപ്പ് റിസൾട്ട് വെക്റ്റർ നമുക്ക് വേണ്ട റിസൾട്ട് ലഭിക്കേണ്ട റിസൾട്ട് എന്നത് പ്രൈസ് എന്ന് പറയുന്ന റോ ആണ്. അത് സെലക്ട് ചെയ്യുക. ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. സോ നമ്മൾ ഇവിടെ ഏത് ഐറ്റം കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ഐറ്റം ഡിസ്ക്രിപ്ഷനും അതുപോലെ പ്രൈസും നമുക്കിവിടെ ലഭ്യമായിരിക്കും. സോ VLOOKUPും HLOOKUPും നമുക്ക് ഈ ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. സോ ഇനി ലുക്കപ്പ് ഫംഗ്ഷനിൽ അടുത്തൊരു ആർഗ്യുമെൻറ്റ് കൂടിയുണ്ട്. അടുത്ത ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കത് വെറും 2 കോളം മാത്രം സെലക്ട് ചെയ്യും. 2 കോളം മാത്രമുള്ള ടേബിൾസ് മാത്രമേ സെലക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ അത് എന്ന് പറയുന്നത് സോ നമുക്കിതുപോലെ ഈ നമ്പർ എന്ന് പറയുന്ന കോളവും അതുപോലെ കളർ എന്ന് പറയുന്ന ഒരു കോളവുമുണ്ട്. സോ ഇതിൽ ഏതെങ്കിലും നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച കളർ നമുക്കിവിടെ ലഭിക്കണം. സോ നമ്മൾ റിസൾട്ട് കാണേണ്ട സെല്ല് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ഫംഗ്ഷൻ സോ ലുക്കപ്പ് എന്ന് സെലക്ട് ചെയ്യുന്നു. ഇതിൽ നമ്മൾ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ ആർഗ്യുമെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ അറേ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സോ ഇതിൽ നമുക്ക് ലുക്കപ്പ് വാല്യൂ എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ, അതായത് ഈ സെല്ലാണ്, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ലുക്കപ്പ് അറേ എന്നുള്ളത് നമുക്ക് ഏത് ടേബിളാണോ ആ ടേബിൾ മുഴുവനായും സെലക്ട് ചെയ്യണം. സോ നമുക്ക് ഇതിൽ 2 കോളമുള്ള ടേബിൾ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ നമ്മൾ ഈ ടേബിൾ ഇതുപോലെ സെലക്ട് ചെയ്യുന്നു.
ശേഷം ഓക്കെ എൻ്റർ ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ഏത് നമ്പർ എൻ്റർ ചെയ്താലും അതിനനുസരിച്ചുള്ള കളർ നമുക്കിവിടെ ലഭ്യമായിരിക്കും. സോ ഈ തരത്തിൽ നമുക്ക് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്.